ഹായ്. കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സുചേച്ചി മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് മക്കളെയും ചേട്ടനെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതാണ് എൻ്റെ മക്കള്. പേര് പേര് മക്കളെ? എൻ്റെ പേര് അനീഷ. എൻ്റെ പേര് അമീഷ. ഞങ്ങൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചന്ദി സ്കൂളാണ് പഠിക്കുന്നത്. ഇത് ഷുണ്ടു, ഞങ്ങൾ ഷുണ്ടമ്മേനെ വിളിക്കും. പേര് 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 അലീഷ എന്നാണ് പേര്. ഭയങ്കര നാണക്കാരിയാണ്. ഷുണ്ടു എന്നാണ് ഞങ്ങൾ വിളിച്ചത് വീട്ടിലെ. പിന്നെ ചേട്ടനെ കാണിക്കാതെ വേറെ ഒന്നുമല്ല, ചേട്ടനാണ് ക്യാമറ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾക്ക് സ്റ്റാൻഡൊന്നുമില്ല ഫോൺ വെക്കാനായിട്ട്. അപ്പോൾ ഒരാളെങ്കിലും പിടിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ചേട്ടനെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കാണാൻ ആഗ്രഹമുള്ളവർ അടുത്ത പ്രാവശ്യം കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇവരെ പറ്റി പറയുവാണെങ്കിൽ ഭയങ്കര കോമഡികളായ കുറേ ജീവിതങ്ങൾ കടന്നുപോയ ചേട്ടായി വെള്ളത്തിൽ നിൽക്കുവാണേ. അപ്പോൾ ചേട്ടായി അച്ചായി വെള്ളത്തിൽ നിൽക്കുന്ന ഗേധനമാണ് ഈ കാണിക്കുന്നത്. രോധനം, ഗേധനമല്ലല്ലേ, രോധനമാണല്ലേ. അതാണ് ഈ കാണിക്കുന്നത്. അച്ചായി വെള്ളത്തിൽ നിന്ന് വീഡിയോ പിടിക്കുന്ന രോധനം. പിന്നെ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. പണ്ട് ഇവരെ ഗർഭിണിയായ സമയത്ത് എനിക്ക് പ്രായമൊന്നും അധികം ഇല്ലാഞ്ഞുകൊണ്ട് ഇത് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നല്ലോ. ആ സമയം എനിക്ക് അപ്പം കുറച്ച് നിന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവർ ക്രിസ്മസിൻ്റെ അന്നുള്ളവരാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ യേശു ക്രിസ്തു ഉണ്ടായ ദിവസം 12 കല്ലിന് ഉള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തിന്നിട്ടേ പോകണം എന്നുള്ള വാശിയിൽ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് അത് പിടിച്ചു വെച്ച് അപ്പം ഉറച്ചി ഉണ്ടാക്കി തിന്നിട്ട് പോയ ഒരാളാണ് ഞാൻ. അവിടെ ചെന്നപ്പിച്ച് ക്രിട്ടിക്കലായിരുന്നു. എന്നത് ഞാൻ ടിൻസ് ആയിരുന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരാൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ ആശുപത്രി. അപ്പോൾ അവർ ചേട്ടായോട് വന്നിച്ചും പുറത്തോട്ട് വന്നിച്ചും പറഞ്ഞ്, രതീഷേ ഒരു കൊച്ചിനെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും, അപ്പോൾ പ്രാർത്ഥിക്കണം. അപ്പോൾ കുറച്ച് പേപ്പറുകളിലൊക്കെ ഒപ്പിടിപ്പിച്ച് ചേട്ടായോട്. ക്രിട്ടിക്കലാണ്, ഒരു അമ്മേനെ ഒരു കുഞ്ഞിനെയും കിട്ടാൻ ചാൻസ് കുറവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടായി വിചാരിച്ച് എന്നെ അടിച്ച് മുകളിലോട്ട് പോകുമായിരിക്കും എന്ന്. അങ്ങനെ ചേട്ടായി എന്ത് ചെയ്തു, കുറച്ച് സിസ്റ്റർ പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ സ്റ്റാൻഡപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. സിസ്റ്റർ പുറത്ത് വന്നിച്ചും പറഞ്ഞു, രതീഷേ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടായി ഉടനെ പറഞ്ഞു, അതിനെന്താണ് ഇപ്പം തന്നെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബക്കറ്റും സാധനമൊക്കെ മേടിച്ചിട്ട് വന്നു. പുറത്ത് ഓടി വെപ്രാളപ്പെട്ട സാധനമൊക്കെ ആയിട്ട് വന്ന്. അപ്പോൾ സാധാരണ പുറത്ത് വന്നിട്ട് ലൈബ്രറി റൂമിന് അതൊക്കെ ഒരു കോളിമ്പലുണ്ട്, അതിലടിക്കണമല്ല. ഈ മനുഷ്യന് ടെൻഷൻ കയറിയിട്ട് അതിലൊന്നും അടിക്കാനൊന്നും നിന്നില്ല. നേരെ ഇടിച്ചു പൊളിച്ച് ലൈബ്രറി റൂമിൻ്റെ അകത്തോട്ട് പോകും. അവിടെ വന്ന് എൻ്റെ അടുത്ത് നമ്മളൊക്കെ വീട്ടിലൊക്കെ കറി വെക്കാനൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് പറയല്ലേ, പെണ്ണെ ഇത് വെക്കാൻ പറയല്ലേ എന്ന് പറഞ്ഞതുപോലെ എന്നെ തട്ടി വിളിച്ചും, പെണ്ണെ നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ സെറ്റല്ലേ എന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം. ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെ അവിടെ കിടക്കണം, കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളായിട്ട് നിൽക്കും. അപ്പോൾ ഉടനെ ഡോക്ടർ ഒരു കലിച്ച്, നീ ഏതാണെന്നൊക്കെ ചോദിച്ച് കലിച്ച് പോളാ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേട്ടാൻ ഒരു വിധത്തിലെടുത്ത് പുറത്തോട്ടിട്ട്. അന്ന് ഈ മനുഷ്യൻ പോകണ്ടേ പുറത്തോട്ട്, അത് പോകാൻ നിൽക്കണില്ല. അതിലേക്ക് ഇറങ്ങി തെറ്റിച്ച് പിന്നെ ഞാൻ നോക്കുമ്പോൾ അകത്തോട്ട് കയറി വരുന്നു. അവർ സമ്മതിക്കുമോ? സെക്യൂരിറ്റിനെ വിളിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് നടക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ എടുത്ത് പുറത്തിട്ട്. ദൈവസഹായിച്ച് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മക്കൾ രണ്ടുപേരും നല്ല സുഖമായിട്ട് തന്നെ കിട്ടി. അത്രയ്ക്കും ടെൻഷനാണ് ഞങ്ങളെപ്പറ്റി ചേട്ടാക്കി, എപ്പോഴും ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. ആദ്യമൊക്കെ ഞാൻ വീട്ടിലായിരുന്നു, 56 ദിവസം ഞാൻ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ചേട്ടാ വീട്ടിലോട്ട് വരുന്നത്. ഇവിടെ വന്നിട്ടാണേലും ഇവരെ നോക്കുന്ന കാര്യത്തിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ഇതുങ്ങൾ ഒരുമിച്ചുണ്ടായ ആൾക്കാരായതുകൊണ്ട് ചുമ്മാ ഒരെണ്ണം കിടന്ന് ഉറങ്ങുമായിരിക്കും, രണ്ടും കിടന്ന് ഉറങ്ങും. ഞാൻ ഒരു വിധത്തിൽ വല്ല പണിയൊക്കെ ചെയ്യണമെന്ന് ഓർത്തിട്ട് രണ്ടിനെ ഒരു വിധത്തിൽ അടിച്ച് കലക്കി ഉറക്കും. ഉറങ്ങി ഒരാള് എഴുന്നേറ്റ് ഒന്ന് കറിയാൻ മതി, മറ്റേ പുള്ളിക്ക് കാര്യം പോലെ അറിയാൻ മേല എന്നാത്തിനാ മറ്റവള് കരയണമെന്ന്. ഇതും ചാടി ഒരു കൂത്തിരി ഇങ്ങനെ ഫുൾ ടൈം ഞങ്ങളുടെ വീട്ടിൽ ഗാനമേളയായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഇതിങ്ങനെ ചിലച്ചോണ്ടേ ഇരിക്കും, കാരിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഒരു 1.5 വർഷത്തിൽ ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. ഇവരെയൊക്കെ വളർത്തുന്നതൊക്കെ ഈ പശുവിനെ കെട്ടിയിടുമ്പോൾ ഞാൻ ഒരു വിധത്തിലൊക്കെ വളർത്തിയൊക്കെ എടുത്ത്. പിന്നെ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ നിരങ്ങി നടക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ. ഈ നിരങ്ങി നടക്കുന്ന പ്രായത്തിൽ ഇവർക്ക് പനി വന്നു. ഒരു ദിവസം പനിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിക്ക് അറിയില്ല, ഇവരെ തിരിച്ചറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴാണ് ഇവർക്ക് ഇച്ചിരി വ്യത്യാസമുണ്ട്. നിരങ്ങി നടക്കുന്ന പ്രായമുണ്ടല്ലോ, ഈ നിരങ്ങി നടക്കുന്ന പ്രായത്തിൽ അമ്മച്ചി നോക്കുമ്പോൾ ഇതുങ്ങൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. അമ്മച്ചിക്ക് അറിയാമല്ലോ ഏതാണ് മറ്റേതാണ് ഇതേതാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഒരു ദിവസം പനിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മ മരുന്ന് കൊടുക്കും. ഞാൻ പറഞ്ഞു, അമ്മ ഒന്ന് മരുന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്തോ അമ്മച്ചിനെ ഏൽപ്പിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ആ സമയം അമ്മച്ചി എന്ത് ചെയ്ത് ഒരു മരുന്നെടുക്കും, അതിലൊരു അളവും ഇതുണ്ടല്ലോ, അതെടുക്കും, അതിൽ മരുന്നൊഴിക്കും. മരുന്നൊഴിച്ചും ഒരു കൊച്ചിനങ്ങ് കൊടുത്ത്, അത് കൊടുത്തേച്ചും അമ്മ അടുത്ത മരുന്നെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കി 5 മില്ലിയൊക്കെ ഇങ്ങനെ നോക്കി എടുത്ത് വന്നപ്പോൾ ദേ വരുന്നൊരു കൊച്ചി. പിന്നെ അതിനങ്ങോട്ട് മരുന്ന് കൊടുത്ത്
2 പ്രാവശ്യം അമ്മ നമ്മുടെ കാര്യമൊക്കെ ക്ലീൻ ആക്കി. മരുന്നൊക്കെ അമ്മ അടിപൊളിയായിട്ട് കൊടുക്കുകയും ചെയ്ത് ക്ലീനും ആക്കി. നമ്മുടെ ഭാഗം ക്ലീനായി. എടാ ഇത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിന് അനക്കവും ഇല്ല, കരച്ചിലും ഇല്ല, ഒന്നുമില്ല. ഒരു കൊച്ച് ഭയങ്കര ആക്റ്റീവ്, ഒരു കൊച്ച് ഉറങ്ങി കിടക്കുക. ഇത് എന്നാന്ന് മനസ്സിലായില്ല. കൊച്ചിന് പാലും വേണ്ട, വെള്ളവും വേണ്ട, കഞ്ഞിയും വേണ്ട. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് അങ്ങ് പേടിയായിപ്പോയി ഇത് എന്നാ കാര്യമെന്ന് അറിയാൻ മേലാതെ. അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴൊന്നും അറിഞ്ഞില്ല. ഇതിനെ എടുത്തുകൊണ്ട് നേരെ ESH ചെന്ന് ഡോക്ടർ ചോദിച്ച് എന്താണ് ഇങ്ങനെ കൊച്ചിന് ഡോസ് മരുന്ന് കൊടുത്തത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും കൊടുത്തില്ല, 5 മില്ലിയാണ് കൊടുത്തത്. രണ്ടുപേർക്കും പനി ഉണ്ടായിരുന്നു, 5 മില്ലി കൊടുത്തത്. പിന്നെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അമ്മയ്ക്ക് ആളെ അറിയാൻ മേലായിരുന്നു. ഇത് നിരങ്ങി നടക്കുമല്ലേ, ഇത് ഒരെണ്ണത്തിന് കൊടുത്താൽ അടുത്ത മില്ലി കണ്ണും കുണുക്കും അറിയാൻ മേലാതെ ഒഴിച്ചു വന്നപ്പോൾ ആ കുടിച്ച കൊച്ച് പിന്നെ ആർത്തി പരവശം കയറുന്നു, അത് മേടിച്ച് കുടിച്ചോണ്ട് പോയി. അമ്മയ്ക്കറിയാവോ, ഈ കുടിച്ച കൊച്ച് തന്നെയാണ് തന്നെ പിന്നെ കുടിച്ച് ബോധം കെട്ട് കിടക്കാൻ സീനായിരുന്നു അത്. അങ്ങനെ പിന്നെ അമ്മച്ചിക്ക് പേടിയായിരുന്നു ഇവർക്ക് മരുന്നൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ അമ്മയുടെ പെറ്റ് മക്കളാണ് കേട്ടോ. കാരണം അമ്മച്ചി ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പം പോലും അമ്മ അടിമാലിലായിരുന്നു ജോലി. അവിടെയൊക്കെ കൊണ്ടുപോയി നിർത്തുമായിരുന്നു. അമ്മയുടെ ഇഷ്ട മക്കളായിരുന്നു ഇവര്. ഇപ്പൊ അമ്മ അടിക്കാനത് സമ്മതിക്കൂലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടിക്കാനൊക്കെ വടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെ തല്ലുന്നതിന് മുമ്പ് അമ്മ നെഞ്ചത്തടച്ച് അയ്യോ എന്റെ മക്കളെയല്ലേ ഇവള് കൊല്ലുക. അമ്മ ആദ്യം കിടന്ന് അലവും. അതുവരെ അങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇത് അടിക്കേണ്ട അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടില്ല. സാധാരണ പിള്ളേരെ പോലെ ഒന്നും അല്ല ഇവര്. കാരണം ഇവര് ഭയങ്കര സൈലന്റ് ആണ്. പക്ഷെ ഈ സാധനം ഭയങ്കര വയലന്റ് ആണ്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് വേറൊരു ഐറ്റമാണ്. ഇവര് ചേട്ടായപ്പോഴുണ്ട്. ചേട്ടാ അധികം സംസാരിക്കൂലാത്തൊരു കൂട്ടത്തിൽപ്പെട്ടൊരു മനുഷ്യനാണ്. തളർന്നൊരു ടൈപ്പാണ്. ആ ഒരു മോഡലാണ് ഇവര്. ഇനി ഇതെന്റെ മോഡലെ വളവള വർത്താനക്കാരിയായിട്ടാണെന്ന് പറയാം. ഭയങ്കര പിരിപിരിപ്പിയാണ് കേട്ടോ. പിന്നെ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവളത്രയും കഷ്ടപ്പാട് അറിയത്തില്ല. കഷ്ടപ്പാടും ദുരിതമൊക്കെ അറിഞ്ഞു വളർന്ന മക്കള് എന്റെ കുഞ്ചനും വലനുമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉണ്ടായപ്പോൾ മുതൽ അവർക്കൊന്നും അങ്ങനെ ശരി നമ്മുടെ കഷ്ടപ്പാട് അറിഞ്ഞ്. കാരണം ഒരു ഉത്സവപ്പറമ്പിൽ പോലും എനിക്ക് അവരെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം. കാരണം വീട്ടിൽ നിന്ന് പോകുമ്പോൾ രേഷേട്ടൻ അവരോടൊരു വാക്ക് പറയും, അച്ചായ്ക്ക് പണി കുറവായിരുന്നു, പല പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ അവിടെ ചെന്നിട്ട് ഒന്നും അച്ചായിട്ട് സങ്കടപ്പെട്ട് പറയരുത് കേട്ടോ എന്ന് പറയും. പക്ഷെ ആ ഉത്സവപ്പറമ്പ് ചെന്നാൽ അത് മനസ്സിൽ വെച്ചിട്ടാണോ എന്താണെന്നറിയില്ല, ഒരു ആവശ്യങ്ങളും ഞങ്ങളുടെ അടുത്ത് അവർ പറയില്ല. കഴിഞ്ഞ ദിവസം ലുലുമാളിലൊന്ന് കറക്കാൻ കൊണ്ടുപോയി. ഇന്നാൾ ഒരു 2-3 വർഷം മുന്നേ ലുലുമാളിൽ കറക്കാൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവർക്കത് വേണം, മനസ്സിലാഗ്രഹമുണ്ട്. ഈ ചിക്കനൊക്കെ വറുത്തിട്ട് ഒരു ടിന്നിലിട്ടിങ്ങനെ ഇട്ട് തരൂലേ, അത് കാണുമ്പോൾ ഇവർക്ക് ആഗ്രഹമുണ്ട് വേണം. അപ്പൊ നമ്മുടെ അടുത്ത് ഇത് അതിനുള്ള സാമ്പത്തികം ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവരതിന്റെ അതൊക്കെ വരുമ്പോൾ ചേട്ടാനോട് പറയാം, എന്ത് വൃത്തിയുടെ ഭക്ഷണമല്ല അച്ഛാ ഇവരൊക്കെ മേടിച്ച് തിന്നണത്. നമ്മൾ ഈ ചിക്കനൊക്കെ മേടിച്ച് നമ്മൾ ചോറ് കൂട്ടി തിന്നും. ഇത് അഹങ്കാരം, വെറുതെ തിന്നണമെന്ന്. പക്ഷെ വേണം അവർക്ക്. അങ്ങനെ കഷ്ടപ്പാട് അറിഞ്ഞ് വളരുന്ന മക്കളാണ് കേട്ടോ എൻ്റെ. ഒരു കാര്യം പോലും ഞങ്ങളുടെ അടുത്ത് പറയത്തില്ല, അമ്മ ഞങ്ങൾക്കത് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കത് വേണം എന്ന് ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് പറയത്തില്ല കേട്ടോ. അതേ മിനിമനിപ്പ് പോകാൻ പോവാണ്. അപ്പൊ അങ്ങനൊന്നും പറയട്ടില്ല. വേറെ ഒന്നുമല്ല, അതുകൊണ്ട് എനിക്ക് ഇവരോട് ഭയങ്കര ഇത്. കാരണം പണ്ട് അത് വേറെ സംഭവം ഉണ്ടായി. പണ്ട് ഇവരാളുടെ കൈ ഒടിഞ്ഞെന്ന് പറയാൻ ഭയങ്കര സീന. അപ്പൊ ഞാൻ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലാണ് ഇവര്. ഞാൻ അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ പണിക്ക് പോകുമ്പോൾ അവിടെ ആക്കിട്ട് പോകും. അപ്പൊ അവിടെ ചെന്ന് അങ്ങനെ ആ സമയത്ത് വീണിട്ട് കൈക്ക് നീരായി. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് വിട്ട് വീട്ടിൽ വന്നതിന് ശേഷം കൈ ഫുള്ള് നീരായിട്ട് ഭയങ്കര വേദന. ഇവിടെയൊക്കെ നീര് 2 ദിവസം കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര വേദനയായി. കല്ലിൻ്റെ പുറത്ത് സ്ഥലം മേടിക്കരുത്, അവിടെ നമുക്ക് ആശ്രമക്കാരുടെ സ്ഥലമാണ്, നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ പിന്നെ കൈ ഭയങ്കര നീരായിരുന്നു. എന്നാന്ന് അറിയാൻ പറ്റും. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മുഖമൊക്കെ അങ്ങ് നീരായി. അപ്പം നമുക്ക് ടെൻഷനായി. അപ്പോൾ ചേട്ടായിക്കാണ് 2 ആഴ്ച, അതൊരു മഴ സമയമായിരുന്നു, 2 ആഴ്ച പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ലക്ഷ്മി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ചെന്ന് കാണിച്ച് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. കൈയുടെ എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ് കുഞ്ഞിൻ്റെ കൈയുടെ വലത് കൈയുടെ 2 അസ്ഥി വട്ടം ഒടിഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എൻ്റെ മോനെ നീ എങ്ങനെ ഈ വേദന ഇത് സഹിച്ചിടാൻ നിന്നടാ കുഞ്ഞ്, ഇങ്ങനെ നീ അമ്മയുടെ അച്ഛനോട് പറയണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. അത് എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ഉടനെ ഡോക്ടറോട് പറയുകയാണ്, എൻ്റെ അച്ഛന് പണി ഉണ്ടായിരുന്നില്ല ഡോക്ടറെ, ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, നീ എൻ്റെ വേദന പറഞ്ഞ അച്ഛനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറയാഞ്ഞതാണെന്ന് പറഞ്ഞിട്ട്, അത് കേട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടാ അവിടെ ഇങ്ങനെ നിലത്ത് നിന്ന് കരഞ്ഞുപോയി. അത്ര ഒരു ഇതായിരുന്നു ഞങ്ങളുടെ ആ അവസ്ഥ, കുഞ്ഞിന്റെ അവസ്ഥ. അത്ര കൂടി വേദന സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മക്കളാണ് എൻ്റെ. ഇവരെ പറ്റി പറയാൻ ഒത്തിരി ഉണ്ട്, അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. പക്ഷേ ഒത്തിരി ഉണ്ട് അല്ലേ വാഴ.
ഒത്തിരി കഥകളുണ്ട്. എൻ്റെ മക്കൾ എൻ്റെ കഷ്ടപ്പാടറിഞ്ഞു. ശരിക്കും പറയാം അവർക്ക് 15 വയസ്സായി. ഈ 15 വയസ്സിനുള്ള ഞങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം അനുഭവിച്ച് വളർന്നവരാണ് അവർക്ക് അതുകൊണ്ട് ഇല്ലായ്മ കഷ്ടപ്പാടൊക്കെ അറിയാം. അതുകൊണ്ട് ഒരു കറി ഇല്ലെങ്കിൽ പോലും അവർ മുളക് അരച്ച് ചെന്നപ്പോൾ ആരോടത്തും പറയില്ല കറിയില്ലെന്നോ അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. അത്ര പോസിറ്റീവ് എനർജിയാണ് എൻ്റെ മക്കളെ പറ്റി പറയാൻ ഒത്തിരി ഉണ്ട് എനിക്ക് പറയാൻ. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ഇനിയുണ്ടല്ലോ ദിവസങ്ങളുണ്ടല്ലോ ഇനി പറയാനായിട്ട്. അപ്പൊ ഇനി വരുന്ന എപ്പിസോഡുകൾ ഓരോ കഥകളായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഈ ഐറ്റത്തിനെ കണ്ടല്ലോ അല്ലേ, ഇതിനെപ്പറ്റി ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. ഇതൊരു വമ്പൻ സാധനമാണ് ഇരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ അടുത്ത എപ്പിസോഡുകളൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. ഇനി എന്റെ ചാനൽ ആലോചിച്ച് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. താങ്ക് യു.